MC ബീന ടൈലറിംഗ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അളവെടുപ്പിൽ നിന്ന് അളവെടുത്തുകൊണ്ടൊരു ലൈനിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് അളവെടുപ്പ് ഇതേപോലെ കറക്റ്റാക്കി നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടുത്തെ ഒരു അളവ് കൊടുക്കണം. ആ അളവൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം കട്ടിങ് ജോയിൻറ്റ് വരുന്ന അവിടുത്തെ ആ ഭാഗമൊന്ന് നമുക്ക് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ആ ഷോൾഡർ ജോയിൻറ്റ് വരുന്ന അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റ് വരെ കൈ പിടിച്ചുകൊണ്ട് ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്ക് താഴെ ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗം കണ്ടില്ലേ, അതാണ് നമ്മുടെ കട്ടിങ് ജോയിൻറ്റ് വരുന്നിടമാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ വീഡിയോ കാണുന്ന പോലെ വലിക്കാതെ തന്നെ നമുക്ക് ഉടുപ്പിടാം. അളവുടുപ്പ് ഇതേപോലെ ഇട്ടതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് മാറ്റി ഇതേ രീതിയിൽ ടേപ്പിൻ്റെ വെച്ച് അളവെടുക്കാം. ടേപ്പ് വെച്ച് അളവെടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് എത്ര വേണമെന്നുള്ളതും കിട്ടും, ഫ്രണ്ട് ഇറക്കത്തിൻ്റെ അളവും കിട്ടും. അത് നമുക്ക് 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 13 കിട്ടിയ 1 ഇഞ്ച് കൂടെ കൂട്ടി 14 എടുക്കാം. അത് അവരവരുടെ ബ്ലൗസിൻ്റെ അളവനുസരിച്ചാണ് എടുക്കേണ്ടുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം താഴെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കണം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലോട്ട് നമ്മൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടുന്നത്, 13 13, 14 അങ്ങനെ അതനുസരിച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് മുകളിലും തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് നെക്ക് അകലം എത്രയാണെന്ന് നോക്കാം. അത് നമുക്ക് അളവുടുപ്പെടുത്തിട്ട് അളവുടുപ്പിൻ്റെ കഴുത്ത് കറക്റ്റാക്കി വയ്ക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴേന്ന് വേണം നമുക്ക്, ആ നെക്കിൻ്റെ താഴേന്നുള്ള അളവാണ് എടുക്കുന്നത്. നെക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് മുകളിലോട്ട് ഒരു സ്കെയിൽ വെച്ച് അളവ് കൊടുക്കാം. അത് ഞാൻ ബാക്ക് പാർട്ട് കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് അളവെടുക്കാം മുകളിലോട്ട്. ബാക്ക് പാർട്ടിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ മുകളിലോട്ട് വെച്ച് നമുക്ക് അളവെടുക്കുമ്പോഴത്തേനും എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ ഇവിടെ 3 ഇഞ്ച് കിട്ടി, അപ്പോഴത്തേനും 2.25 കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഷോൾഡർ സ്ട്രിപ്പും അളവെടുത്തു. ഷോൾഡർ സ്ട്രിപ്പ് ഇതുപോലെ തന്നെയാണ്. ആ നെക്കിൻ്റെ അവിടുന്ന് കൈയുടെ ആ ജോയിൻറ്റ് വരെയുള്ള ആ സ്ട്രിപ്പ് ഭാഗമാണ് വരുന്നത്. അത് 3 കിട്ടിയിട്ടുണ്ട്. 3/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 3.25 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഷോൾഡർ അവിടെ 6.5 വന്നു. ആ ഷോൾഡർ തന്നെ താഴേക്ക് മാറ്റി അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ആ ലൈൻ തന്നെ മറു സൈഡിലേക്കും വരച്ചു. കാരണം ഈ വരയ്ക്കുമ്പോൾ ഇതെല്ലാം ചെരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ആം ഹോൾ, നമ്മുടെ കൈക്കുഴി 5.25 ഇഞ്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി. എന്നിട്ട് ആ സൈഡിൽ ആ കോണായിട്ടുള്ള ഭാഗത്തുനിന്ന് 1 ഇഞ്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് കൂടെ എടുക്കണം. ഇതിൻ്റെ ചെസ്റ്റ് അളവ് ബ്ലൗസ് നിവർത്തിയിട്ടെടുക്കുകയാണ്. അപ്പോൾ നിവർത്തിയിടുമ്പോൾ ഇതിൽ 22 ഇഞ്ച് ചെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 22ൻ്റെ പകുതിയാണ് നമുക്കവിടെ വേണ്ടുന്നത്. അത് നമുക്കവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 11 ഇഞ്ച് മതി. ആ 11 ഇഞ്ച് നമുക്ക് ആ ലൈനിങ് തുണിയിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആം ഹോൾ നമ്മൾ 5.25 എടുത്തേക്കുന്നത്. 5.25 എടുത്തിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ പകുതി എടുക്കണം. പകുതി എടുത്തതിന് ശേഷം നമ്മൾ കോണിൽ നിന്ന് 1 ഇഞ്ച് കൊടുത്തിട്ട് ചെസ്റ്റ് അളവും കൂടെ ചേർത്ത് നമ്മൾ വരച്ച് കൊടുക്കണം. എന്നിട്ട് അത് റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന 9.25 നമുക്ക് ആം ഹോൾ കിട്ടിയേക്കുന്നത്. അത്ര തന്നെ ആം റൗണ്ട് കിട്ടിയേക്കുന്നത് അത്രയും തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കത് നോക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആ ചെസ്റ്റ് അളവ് തന്നെ താഴെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യൽ തുമ്പ് മുകളിൽ 1/2 ഇഞ്ച് ആഡ് ചെയ്തിരുന്നില്ല, അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതേപോലെ
നെക്കിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതേപോലെ അളവെടുപ്പ് കറക്റ്റായിട്ട് ആ ഫ്രണ്ട് പാർട്ട് മുകളിലാക്കി ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആദ്യം കാണിച്ച അതേ രീതിയിൽ തന്നെ വീഡിയോ കാണിക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവാണ് എടുക്കുന്നത്. അത് ഇതുപോലെ വീഡിയോ കാണുന്ന രീതിയിലൂടെ നമുക്ക് എടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് ആ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് വരുന്നിടം വരെ. അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് എത്രയാണോ ആ അളവ് അവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 10.25 കിട്ടിയിരിക്കുന്നത്. ആ 10.25 ഇഞ്ചും ആ മുകളിൽ അരയിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ആ തയ്യൽ തുമ്പ് കഴിഞ്ഞാണ് നമ്മൾ 10.25 അവിടെ കൊടുക്കേണ്ടത്. തയ്യൽ തുമ്പോട് കൂട്ടിയാണെങ്കിൽ 10.25 വരുന്നത് അന്നേരം. അപ്പോൾ നമ്മൾ 10.25 കൊടുത്താൽ മതി. കണ്ടില്ല, തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മളവിടെ 10.25 ഇഞ്ച് കൊടുക്കുന്നു. അത് ഏതുടുപ്പിൻ്റെ അളവാണോ അതനുസരിച്ചുള്ളത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്ക് ബ്രസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം എടുക്കുമല്ലോ, ആ അകലത്തിൻ്റെ അത് 4 അവിടെ വന്നിരിക്കുന്നത്. അതായത് ഹൂക്ക് പടിയുടെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടേക്ക് വരുന്ന ആ ഒരകലം. അപ്പോൾ ആ 4 ഇഞ്ച് അതിനൊരു 4 ഇഞ്ച് കൂടെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അളവ് അവിടെ കൊടുക്കാം. 4.25 കൊടുത്തു. എന്നിട്ട് ആ ഡാട്ടിൻ്റെ വീതി എത്രയാണോ അതെടുക്കാം. ഇതൊരു 1.5 ഇഞ്ച് വീതി ഇവിടെ വന്നിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് നമുക്കവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1.5 ഇഞ്ചോ 1 ഇഞ്ചോ 1.25 ഇഞ്ചോ ഒക്കെ വരും. അതനുസരിച്ച് നമുക്കവിടെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ആ 2 സൈഡിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബ്രസ്റ്റിൻ്റെ അവിടത്തെ ഉള്ള വണ്ണം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ വണ്ണം എടുക്കാൻ വേണ്ടി നമുക്ക് ആ ഹൂക്ക് പടിയുടെ അവിടം നമുക്ക് കറക്റ്റായിട്ട് 2 മടക്കി വെച്ചതിന് ശേഷം ആ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടത്തേക്ക് നമുക്കവിടെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് നോക്കുമ്പം എത്രത്തോളം വണ്ണം ആ അളവുടുപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു 4 ഇഞ്ച് ലൈനിങ് ഉടുപ്പിലൊരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആ വരച്ച് കൊടുത്ത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അളവ് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടത്തേക്ക് ചേർത്ത് വേണം വയ്ക്കാൻ. നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ ഹൂക്ക് പടി അവിടെ നിന്ന് കറക്റ്റായിട്ട് ആ പോയിൻ്റ് വരുന്ന ആ ഡാട്ട് വരുന്ന ഭാഗമില്ലേ, ആ പോയിൻറ്റിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ കണ്ടില്ലേ അവിടെ നിന്ന് ആ ഡാട്ട് വരുന്നതിൻ്റെ അവിടെ വരെ കറക്റ്റായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതേപോലെ നിവർത്തിയിടുക. നിവർത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം തയ്യൽ തുമ്പാണ് അവിടെ അത്രത്തോളം ബ്രസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം അത്രയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ വേസ്റ്റ് ആയിട്ട് താഴോട്ട് കിടക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡാട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. അതിന് മുമ്പ് നമുക്ക് നെക്കിറക്കം എത്ര വേണം നോക്കാം. ഇവിടെ ഒരു 6.25 വന്നിരിക്കുന്നത്. ആ 6.25 അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിറക്കം എടുക്കുന്ന രീതി ഞാൻ ആ ബാക്ക് പാർട്ട് കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇറക്കം എടുത്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ വീതി എത്രയാണെന്ന് വെച്ചാൽ ആ വീതിയിൽ നിന്നും 4 ഇഞ്ച് താഴോട്ട് കൂട്ടി കൊടുക്കണം. മുകളിൽ 2.25 എടുത്തു, അപ്പോൾ താഴെ 3 ഇഞ്ചാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്കതൊരു സ്ക്വയറാക്കി വരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും നമുക്ക് ആ ഫ്രണ്ടിൻ്റെ നെക്ക് കിട്ടി. അതിനുശേഷം നമുക്കിനി ഹൂക്ക് പടിയുടെ അവിടെ നിന്ന് താഴോട്ടുള്ള ഒരളവുണ്ടല്ലോ, ഹൂക്ക് പടിയുടെ അവിടെ നിന്ന് ആ താഴെ വരുന്ന ജോയിൻറ്റ് അവിടെ വരെയുള്ള ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കണം. അവിടെ വരെയുള്ളതിൻ്റെ അളവെടുക്കാം. അപ്പോൾ ആ അളവെടുക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ നമുക്കൊരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
അത് നമുക്ക് പട്ട വരുന്ന ആ കട്ടിങ് വരുന്ന ഭാഗമാണ്. ഹൂക്കുപടി വരുന്ന ആ വശത്ത് നെക്കിൻ്റെ അവിടുന്ന് താഴത്തേക്ക്. ഇപ്പം നമുക്ക് 4 കിട്ടിയെങ്കിൽ നമുക്ക് 4.25 5 കൊടുക്കാം. കാരണം നമുക്ക് തയ്യൽ തുമ്പ് മുകളിലും താഴെയും പോകും, അതനുസരിച്ച് കൊടുക്കണം. അതേപോലെ നമുക്ക് കൈക്കുഴിയുടെ അവിടുന്ന് താഴോട്ടുള്ള ആ അളവും എടുക്കണം. അത് നമുക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് അവിടെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവനുസരിച്ചല്ല, അവരവരുടെ ബ്ലൗസിൻ്റെ അളവനുസരിച്ചാണ് നമുക്കത് ചെയ്യേണ്ടുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ട് ആ ഡാട്ടിൻ്റെ ഇറക്കം വരച്ചിരുന്നില്ല, അതുകൂടെ ചേർത്ത് വരച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ താഴ്ഭാഗത്തെ കട്ടിങ് ആണോ നമ്മൾ തുണി ഇത് ലൈനിങ് ഉടുപ്പ് തയ്ക്കുന്ന സമയത്താണ് അത് വെച്ച് നമുക്ക് വെട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മെയിൻ തുണി എടുക്കാം. മെയിൻ തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നേരം നമുക്ക് അഴുക്ക് വശത്താണ് ലൈനിങ് തുണി വെക്കേണ്ടത്. അഴുക്ക് വശത്തേക്ക് വെച്ചിട്ട് നമുക്ക് 4 ചുറ്റും റൗണ്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ചിങ് പാർട്ടൊക്കെ അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവരൊക്കെ പിന്ന് കുത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഡാട്ടിൻ്റെ അളവ് മറുസൈഡിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ആ കത്രികയുടെ തുമ്പ് ഉപയോഗിച്ച് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മറു സൈഡിലേക്ക് അത് വരച്ച് കൊടുക്കണം. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ ആ ഡാട്ടിൻ്റെ മധ്യഭാഗത്തും 2 വശത്തുമായിട്ട് നമ്മൾ അളവുണ്ടല്ലോ 1.25 കൊടുത്തിരിക്കുന്ന ആ അളവിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മറു സൈഡിൽ വരച്ച് കൊടുക്കാനായിട്ട് അറിയാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ, ഇതേ രീതിയിൽ. എന്നിട്ട് നമുക്കത് 3 വരയും യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ 2 പാർട്ട് തുണിയിലും നമ്മുടെ ഡാട്ട് അടയാളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്നൊരു ഡാട്ട് വരുന്നുണ്ട്. ആ ഡാട്ടിൻ്റെ അകലം അറിയണം. അതിൻ്റെ എത്രയാണോ അകലം അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അളവുടുപ്പിൽ നിന്ന് ആ മെയിൻ ഡാട്ടിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അങ്ങോട്ടുള്ള ഡാട്ട് വരെ എത്ര അകലം വന്നിട്ടുണ്ടെന്ന് നമുക്ക് പതിയെ ടേപ്പ് വെച്ച് നോക്കണം. ടേപ്പ് വെച്ച് നോക്കുമ്പോഴത്തേനും അവിടെ ഇതിൽ 1.5 ഇഞ്ച് 1.25 1.5 ഇഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന അകലം തന്നെ നമുക്ക് അവിടെ കൊടുക്കാം. ഇപ്പം മറ്റുള്ളൊരു ബ്ലൗസ് പീസിൽ നിന്നാണെങ്കിൽ അതിലെത്രയാണോ വരുന്നത് അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് അതുപോലെ അവിടെ കൊടുക്കാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആ കൈക്കുഴിയുടെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിലങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂന്നാമതൊരു ഡാട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെ തന്നെ വീഡിയോ കാണുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് കൊടുക്കാം. 1/4 ഇഞ്ച് വീതിയിൽ. ഇപ്പം ഞാനിതിൽ കൊടുക്കുന്നില്ല, ഇതിൽ 2 ഡാട്ടേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് ആ ലൈനിങ് വെട്ടിയത് വെച്ച് കൊടുക്കാം. അപ്പോൾ തുണി എങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്കത് വെക്കുന്നത്. അതിനുശേഷം നമുക്കതെല്ലാം കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പം താഴത്തെ കട്ടിങ് വെട്ടുന്നതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കാണിക്കുന്നത്.
ബിഗിനേഴ്സായിട്ടുള്ളവർ തുണി കട്ട് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും ഓരോ പിന്ന് കുത്തി വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും, തെന്നിപ്പോകാതെ. എന്നിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗമൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ആ തുണി കട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് നമുക്ക് 2 പീസായിട്ടാണല്ലോ വരുന്നത്. അതിലപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളിടം ലൈനിങ് പാർട്ടിൻ്റെതും മെയിൻ ക്ലോത്തിൻ്റെതും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ നല്ല അഴുക്ക് വശത്തേക്ക് ലൈനിങ് വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.